ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് കുറേ പരിപാടി ഉണ്ട്. എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. രാവിലെ എങ്ങനെ എണീക്കുന്ന പ്രകൃതമൊന്നുമില്ല, പക്ഷെ എന്നാലും എണീച്ച് നമ്മളെ മീൻകുട്ടന്മാർക്കൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് റൂമിൽ നമുക്കൊരു ചെറിയ ഊത് പോലത്തെ സംഭവം അങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ ഒരു വൈബ് ഇങ്ങോട്ടാവും. കുറച്ച് നേരം ഒരു സ്മെല്ലും പുകയൊക്കെ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു വൈബ് പോലും കാണില്ല. പക്ഷെ എന്നാലും ഒരു രസം അത് കത്തിച്ച് ആ മോർണിംഗത്തെ ഒരു വൈബ് സംഭവം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ചാർക്കോളില്ലേ കത്തിച്ചിട്ട് ഇതാട്ടോ നമ്മൾ അതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് പോയിട്ടാണ് ഈ 2 സാധനം പർച്ചേസ് ചെയ്തത്. ഇത് ഇങ്ങോട്ട് ഇടുമ്പോൾ മൊത്തം പുകയും നല്ല സ്മെല്ലും ആയിരിക്കും. സോ അതിങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വൈ പോലെ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആ ഒരു ടൈം ഉണ്ടല്ലോ നല്ല സ്മെല്ലുണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് നേരം റൂം അങ്ങോട്ട് പുകയട്ടെ. നമുക്കിന്ന് ആ കാര്യപരിപാടിയിലേക്ക് കടന്നാലോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡ്രസ്സ് മൊത്തത്തിലിട്ട് ഇതാണ് ലുക്ക്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, വെഡ്ഡിങ് കല്യാണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും എൻ്റെതാണെന്ന്. എൻ്റെതല്ല, എൻ്റെ സിസ്റ്ററിതാണ്. നമ്മളിങ്ങോട്ട് ചോറിടിച്ച പരിപാടിക്കും നമ്മളെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് എന്ന് പറയുന്നത്. അത് ഇതെല്ലാം ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഞാൻ വരാൻ കാത്തുനിന്നാണ് അവളെ വെഡ്ഡിങ് ഡ്രസ്സ് കംപ്ലീറ്റ്ലി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വന്ന് പിറ്റേന്ന് തൊട്ട് നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് കുന്നമംഗലം നമ്മളെ ലേവൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മളെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ചെറിയൊരു ഇതുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു ഗൈസ് SM സ്ട്രീറ്റിലേക്ക്. അതായത് മെറ്റീരിയൽ തന്നെ നമ്മളെടുത്ത് അവൾക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. സോ അത് ഞങ്ങൾക്ക് വേറൊരു വ്ളോഗിലായിട്ട് കാണിച്ചു തരുന്നുണ്ട് അവളെ ലെഹങ്ക എങ്ങനത്താണെന്നുള്ളത്. പാകിസ്ഥാനി ടൈപ്പാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കരുതി SM സ്ട്രീറ്റിൽ പോയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് സെറ്റാക്കാന്നുള്ളത്, ഡിസൈൻ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കാന്നുള്ളത് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്കാണ് പോയത്. SM സ്ട്രീറ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റുകാരുടെ ഒരു വികാരമാണല്ലോ. കാരണം എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും, അതും ചെറിയൊരു പൈസക്ക് നമുക്ക് മിക്ക സാധനങ്ങളും കിട്ടും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് SM സ്ട്രീറ്റിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞങ്ങൾ കയറിയ പാടെ ഇവരാട്ടോ കണ്ടത്. അതായത് ചുരിദാർ കംപ്ലീറ്റ്ലി സെറ്റ് അടക്കം 500 റുപ്പീസിന് കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ ലക്ഷ്യം വെഡ്ഡിങ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും മാറില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് വെച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതായത് മെറ്റീരിയൽ എടുക്കണം എന്നേ ഉള്ളൂ, എവിടെ പോയിട്ട് എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് ജസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ നേരെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യം മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുമ്പം സ്പൈഡർമാനെ കണ്ടു. അങ്ങനെ യാദർശികമായ ഒരു ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറി. അതായതില്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല കോട്ടൺ മെറ്റീരിയൽ നമ്മളെ ഡ്രസ്സില്ലേ അതിപ്പോൾ ഇവിടെ നിറച്ചുകൊണ്ട് കേട്ടോ. എന്നിട്ട് വാങ്ങണ്ട വിചാരിച്ച ഞാനൊരു ടോപ്പ് വാങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടാവുമോ എന്ന് ചെക്ക് ചെയ്തു ലാസ്റ്റ് ഞങ്ങൾ ഒരു ഷോപ്പിലേക്കാണ് എത്തിപ്പെട്ടത്. അതാണ് ജുന്ന ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിൻ്റെതായിട്ടുള്ള ഷോപ്പിലെ. അവിടുന്ന് നമ്മൾ ലാസ്റ്റ് അവൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊടുത്തത്. പിന്നെ ആ മെറ്റീരിയലിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. കാരണം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൂടുതലും മറന്നു പോകും. കാരണം ഈ വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും മറന്നു പോകലാണ്, തയക്കല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഒരുപാട് ക്ലിപ്പിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എടുത്തെല്ലാം കയ്യിൽ ഈ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഓള മെറ്റീരിയലിൻ്റെ കാര്യത്തിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ബോർഡറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വേറൊരു ഷോപ്പിലേക്കാണ് പോയത്. അതായത് ഡ്രസ്സിന് ഏകദേശം മേച്ച് ആവുന്ന ഒരു ഓർണമെൻറ്റ്സ് സെറ്റാക്കി അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവൾക്ക് പറ്റുന്ന ഒരു ഓർണമെൻറ്റ്സ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസിൽ കാണുന്ന ഓർണമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അന്ന് സെറ്റാക്കിയത്. പക്ഷേ പിന്നെ ദിവസം പോയിട്ട് ഞങ്ങൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലുക്ക് അവളെ വെഡ്ഡിങ്ങിൻ്റെതോ അല്ലാണ്ട് നമ്മൾ ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ച് വാങ്ങാൻ പോകുന്ന ടൈമിൽ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വിശപ്പ് അങ്ങേ തല എത്തിയിട്ടുണ്ടായിരുന്നു, വിശന്ന് കുടല് കറിയാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വിട്ട് TNTയിലേക്ക്. ഇവിടുത്തെ ഷവായ ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനും അവളും പോയി ഇവിടുത്തെ ഷവായ അങ്ങോട്ട് ട്രൈ ചെയ്തു. ഞാനിതിട്ട് മുന്നേയും കഴിച്ചതാട്ടോ, ബട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ മസാല, പിന്നെ ആ മാംഗോ വെച്ചിട്ടുള്ള ഒരു സാലഡ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ പിറ്റേത്തെ ദിവസമാണ് ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോയത്. അതായത് അവളെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറത്താണ്. അങ്ങനെ അവിടേക്ക് പോയി പിന്നെ അവൾക്ക് അവിടുന്ന് ഒരു റെൻ്റലിൻ്റെ ഇതൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് അലൂറയിലേക്കാണ്. അവിടുന്ന് ഞങ്ങളൊരു ലെഹങ്കയൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സും അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അവിടുന്ന്.
ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫാമിലിക്ക് പോയി. അവിടുന്ന് കുറേ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് കുറേ ഡ്രസ്സൊക്കെ എടുത്തു. ബട്ട് എൻ്റെ അടുത്ത് കുറേ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സിൻ്റെതും അല്ലാണ്ടൊക്കെ മറവി. എനിക്ക് വീഡിയോ എടുക്കുന്നത് തയ്ക്കല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ നാട്ടിലെത്തിയിട്ടാണ് അവളെ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോയി. ഞങ്ങൾ കുറേ ഷോപ്പിൽ നോക്കിയിട്ടോ റെഡിമെയ്ഡ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് അല്ല, ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള കിട്ടുമെന്ന്. ബട്ട് എനിക്ക് മനസ്സിന് തൃപ്തി വരുന്നത് ഒന്നും തന്നെ കിട്ടിയില്ല. ആദ്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യിപ്പിക്കാന്ന്. പക്ഷെങ്കിൽ എനിക്ക് മൈൻഡിന് തൃപ്തിയായിട്ട് കിട്ടിയാൽ ഞാൻ അത് എടുക്കാന്നായിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷെങ്കിൽ അത് മാത്രം സെറ്റായില്ല. എനിക്ക് മനസ്സിന് തൃപ്തി വരുന്ന ഒന്നും തന്നെ കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. ഇനിയിപ്പോൾ ഞാനെടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു പർപ്പിൾ കളർ മെറ്റീരിയൽ ആണ് എൻ്റെത്. ഷാളും കംപ്ലീറ്റ്ലി സെറ്റായിട്ട് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം അങ്ങനെ സെപ്പറേറ്റ് ആണ് വാങ്ങിയത്. ബട്ട് ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ ആ പിങ്ക് കളറും ആട്ടോ. പിന്നെ ഞങ്ങൾ മെറ്റീരിയൽ എല്ലാം കംപ്ലീറ്റ്ലി വാങ്ങിയത് തുണി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി നേരെ ആയിഷൂലൊക്കെ കൊണ്ടു കൊടുത്തു സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഐഡിയക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ. അപ്പം എന്താവോ ഫൈൻ റിസൾട്ട് എന്ന് അറിയില്ല. ഭയങ്കര ടെൻഷനാണ്. നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പി കൊടുത്താൽ നമുക്കുണ്ടാവില്ല ഒരു ടെൻഷന്, അത് കിട്ടോളും. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. ഭയങ്കര ടെൻഷനാണ്, കൊളാവോ ഇല്ല എന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ എൻ്റെ അനിയത്തി വാങ്ങിയത്. അപ്പം ഭയങ്കര ടെൻഷനിലാണ് അത്. എന്താവോ എന്നറിയില്ല. എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഷോർട്ടായിട്ട് നമ്മൾ മാരേജിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എന്താണെന്നുള്ളത്. പിന്നെ ഞങ്ങളത് ജസ്റ്റ് ആയിഷൂലൊക്കെ കയറി ചെക്ക് ചെയ്തോ നോക്കുമ്പോണ്ട് നമുക്ക് സിമിലർ ആയിട്ട്, അതായത് ഞങ്ങൾ അടിയിൽ സ്കേർട്ട് പോലെ അടിക്കാനാണ് പ്ലാന്. അപ്പം അതിന് പറ്റുന്ന വെറുതെ ഒരു മെറ്റീരിയലൊക്കെ കണ്ടിട്ട് എൻ്റെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ട്, അത്യാവശ്യത്തിന് ചിലപ്പോൾ എടുക്കേണ്ടി വന്നാൽ ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പറ്റിയ മെറ്റീരിയലൊക്കെ. സോ അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ മുകളിലേക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് മെറ്റീരിയലൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെ ആവുന്നുള്ളൂ. അതല്ലല്ലോ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യിക്കുക കൊടുത്താൽ അതിന് ഫൈനൽ റിസൾട്ട് എങ്ങനെ ആവും, കൊളാവോ എന്നുള്ള ടെൻഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെയാണ് എനിക്കും എൻ്റെ സിസ്റ്ററിനും കൊളാവോ നമ്മളെ പരിപാടിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നേ. പിന്നെ അവർ ചെയ്തിച്ച ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വരെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി നേരെ വിട്ടു ഫുഡ് കഴിക്കാൻ. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ സുമതി വളവൊക്കെ ഇറങ്ങിയെന്ന് എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആര്യഭവനിൽ പോയിട്ട് അടിപൊളി സദ്യ കഴിച്ചു. അതായത് നമ്മളെ സ്പെഷ്യൽ അതങ്ങോട്ട് വാങ്ങി കഴിച്ച്. കൂടുതൽ സദ്യയൊക്കെ കഴിക്കല് ഓണത്തിന്റെ ടൈമിലൊക്കെ നമ്മൾ അടുത്തൂടെയുള്ള അയൽവാസിൽ വിളിക്കുന്ന ടൈമാണ്. അല്ലാണ്ട് നമ്മൾ അങ്ങനെ സദ്യ ഒന്നും കഴിക്കലേ ഇല്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് സദ്യ ഞാനിങ്ങനെ സൗദിയിലെ ടൈമിൽ എനിക്ക് സദ്യ കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ എന്തോ ഒരു വലിയ സംഭവം കിട്ടിയ പോലെ ആയിരുന്നു. കാരണം അമ്മാതിരി ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ ഫസ്റ്റിന് 2 പപ്പടം, പിന്നെ മുളക്, പിന്നെ ചോറ്, 2 കൂട്ടം കറി, പിന്നെ നമ്മളെ സ്പെഷ്യൽ ഉപ്പേരികൾ, അങ്ങനെ എല്ലാം വന്ന്. പക്ഷെ ലാസ്റ്റ് പുളിഞ്ചി മാത്രം വന്നില്ല ഗൈസ്. പുളിഞ്ചി അച്ചാറും ഞാൻ കരുതിയത് അതില്ലേന്ന്. അതിനൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സദ്യ തന്നെ കഴിക്കാം. ലാസ്റ്റ് ഞാൻ ചോദിച്ച് വാങ്ങി കഴിച്ചു. സദ്യയിൽ ആ പുളിഞ്ചിയൊക്കെ നോക്കുമ്പോൾ ഓരോരുത്തർ മറന്നു ഇതേന്. പിന്നെ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാറ് ശ്രദ്ധിച്ചത്. ഇതിന് മുകളിലൊരു കുട്ടി സ്പൈഡർമാൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയ്ക്കുള്ള വ്ലോഗ് എന്തായാലും നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.